അധ്യക്ഷ ഭാഷണം നിർവഹിക്കുന്നു. ഹിന്ദുമത മഹാമണ്ഡലത്തിൻ്റെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ PS നായർ. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ള ഹിന്ദുമത മഹാമണ്ഡലത്തിൻ്റെ കുടുംബാംഗങ്ങളെ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഏറെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഏവർക്കും ഹിന്ദുമത മഹാമണ്ഡലത്തിൻ്റെ പേരിൽ, ഈ പരിഷത്തിൻ്റെ പേരിൽ എൻ്റെ വിനീതമായ നമസ്കാരം. ജനറൽ സെക്രട്ടറി ശ്രീ AR വിക്രമൻപിള്ള സ്വാഗത പ്രസംഗം നടത്തിയപ്പോൾ പറഞ്ഞതുപോലെ നാൾക്കുനാൾ ഹിന്ദുമത മഹാമണ്ഡലം അതിൻ്റെ പരിഷത്ത് കാര്യാലയവും പരിഷത്ത് പ്രവർത്തനങ്ങളും വളരെ വിപുലീകരിച്ച രീതിയിൽ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യത എന്ന നിലയിലാണ് നാം ഇതിനെ കാണുന്നത് തന്നെ. നമുക്കറിയാം, പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. സന്യാസി ശ്രേഷ്ഠരും പ്രഗത്ഭ വ്യക്തിത്വങ്ങളുമൊക്കെ അവരുടെ കാര്യങ്ങൾ പറയാൻ, അല്ലെങ്കിൽ അവർ പറയുന്നത് നമ്മൾക്ക് കേൾക്കാൻ ആണ് കൂടുതൽ താല്പര്യം. ഒരു അധ്യക്ഷ പ്രസംഗം നടത്തി കൂടുതൽ സമയം ഞാൻ എടുക്കുന്നില്ല. എങ്കിലും ചെറിയ ചില കാര്യങ്ങൾ. ഈ ചടങ്ങ് ഇവിടെ നടക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണ സഹകരണത്തോടാണ്, പഞ്ചായത്തുകളുടെ സഹകരണത്തോടാണ്. അതാര് ഭരിക്കുമ്പോഴും നമുക്കെല്ലാ സഹായ സഹകരണങ്ങളും പൂർണ്ണമായ രീതിയിൽ ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യം, നാം ചെയ്യുന്ന പ്രവൃത്തി നന്മയുടെ പ്രവൃത്തിയാണ് എന്ന് ഗവൺമെൻറ്റുകൾക്കും അതുപോലെ തന്നെ മറ്റ് മന്ത്രിമാർക്കും അതല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും മെമ്പർമാർക്കും ഒക്കെ ബോധ്യമുള്ളത് കൊണ്ടാണ്. നാം ഇത് പറയുമ്പോൾ നാം ഇന്നൊരു, എന്നെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു വലിയ പുണ്യദിനമായി കാണുകയാണ്. ജീവിതത്തിൻ്റെ ഏറിയ പങ്കും വടക്കേ ഇന്ത്യയിലൊക്കെ ജീവിച്ച് പ്രവർത്തിച്ചു വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇന്നും ബോംബെ മഹാനഗരത്തിൽ വ്യവസായം ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. കുംഭമേള എന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ പലരും. പക്ഷേ കുംഭമേള നാം ഇന്ന് കേരളത്തിൽ കണ്ടു. ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് ആ മേള ഇവിടെ നടന്നത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് വ്യക്തിത്വങ്ങൾ ഉണ്ടാവാം. പക്ഷേ അങ്ങനൊരു സങ്കല്പം കൊണ്ടുവന്നത് ഇന്നത്തെ നമ്മുടെ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടകനാണ്. അദ്ദേഹത്തിൻ്റെ വലിയ കൈയോടെ കൊടുക്കാം. സംഘാടകരെ പോലും ഉദ്ദേശിക്കാത്ത രീതിയിൽ അവിടെ ജനങ്ങളുടെ ഒഴുക്കായിരുന്നു. ഞാൻ മനസ്സിലാക്കിയത് ആ പ്രദേശത്തെ മുഴുവൻ വീട്ടുകാരും കച്ചവടക്കാരും ഒരു വർഷത്തെ സമ്പാദ്യം സമ്പാദിച്ചു കഴിഞ്ഞു എന്നാണ്. എത്ര മഹത്തായ കാര്യമാണ്, എത്ര മഹാത്മ്യമുള്ള കാര്യമാണ്. അങ്ങനെയൊരു സന്യാസി ശ്രേഷ്ഠനെ നമുക്കിന്നിവിടെ ഇതിൻ്റെ ചടങ്ങിൻ്റെ ഉദ്ഘാടകനായിട്ട് കിട്ടിയിരിക്കുക. അത് ചട്ടമ്പി സ്വാമി തിരുവടികളുടെ അനുഗ്രഹമാണ് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ മുഖ്യ പ്രഭാഷകൻ, അനുഗ്രഹ പ്രഭാഷകൻ, നമ്മുടെ രക്ഷാധികാരി കൂടിയാണ് പ്രജ്ഞാനാനന്ദ തീർത്ഥ സ്വാമികൾ. അദ്ദേഹം എല്ലാ വർഷവും ഇവിടെ പങ്കെടുക്കുന്നതാണ്. ഈ വർഷം വടക്കേ ഇന്ത്യയിൽ യാത്രയ്ക്ക് പോകേണ്ടതായിരുന്നു. എന്തുകൊണ്ടോ അത് സാധിച്ചില്ല. ഇവിടെ എത്തിച്ചേരാൻ അദ്ദേഹത്തിന് ഇന്ന് സാധിച്ചു. എല്ലാ വർഷവും നമ്മളെ ഒരുപാട് സഹായിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് ആ ആശ്രമം. അതുപോലെ തന്നെ സ്വാമിജിയും. സ്വാമിജിക്ക് എല്ലാ അർത്ഥത്തിലുള്ള സ്വാഗതം ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്. ഡോക്ടർ പൂജപ്പുര കൃഷ്ണൻ നായർ സാർ, ഞാൻ അദ്ദേഹത്തെ പറ്റി കേട്ടിട്ടുണ്ട്. ഇവിടെ പല പ്രാവശ്യം വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വലിയൊരു പ്രഗത്ഭനായ പ്രാസംഗികനാണ്. ചട്ടമ്പി സ്വാമികളെ പറ്റി ആധികാരികമായിട്ട് സംസാരിക്കാൻ അറിവുള്ള ആളാണ്. ചട്ടമ്പി സ്വാമികളുടെ പുസ്തകങ്ങൾ പോലും രചിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.
അപ്പം അദ്ദേഹത്തെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് ഞാൻ. ആൻ്റണി MP ഇവിടെ സൂചിപ്പിച്ചതുപോലെ എത്ര വർഷം കഴിഞ്ഞാലും അദ്ദേഹം MP ആയി തന്നെ തുടരും എന്നുള്ളതാണ് നമ്മുടെ നാട്ടുകാരുടെ ആഗ്രഹം. അതങ്ങനെ തന്നെ തുടർന്നു പോവുകയാണ്. നാം വിളിച്ചു, ക്ഷണിച്ചു. അദ്ദേഹം പറഞ്ഞു ഒത്തിരി തിരക്കുണ്ട്. കാര്യം രാഷ്ട്രീയക്കാർക്ക് പ്രത്യേകിച്ച് അറിയാമല്ലോ, ഇലക്ഷൻ സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. സീനിയറായിട്ടുള്ള അദ്ദേഹത്തെ പോലുള്ളവർക്ക് ഒത്തിരി തിരക്കുണ്ടാവാം. എങ്കിലും ഈ ചടങ്ങിൽ സംബന്ധിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം സമയത്ത് തന്നെ എത്തി. അദ്ദേഹത്തെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ പ്രമോദ് നാരായൺ, അദ്ദേഹം പിന്നെ നമ്മുടെ കുടുംബത്തിലൊരു അംഗമാണ്. എന്ത് കാര്യം ഗവൺമെൻറ്റിൽ നടത്തണമെങ്കിലും കൂടെ വരും, നമ്മളെക്കാൾ മുമ്പിൽ. നമ്മൾ പുറകെ പോയാൽ മതി. എത്ര പേരെ കാണണോ, സെക്രട്ടേറിയറ്റിലാണോ, വീട്ടിൽ പോയി കാണണോ, വളരെ ഭംഗിയായ രീതിയിൽ എല്ലാ അർത്ഥത്തിലും നമ്മളെ ഒട്ടേറെ സഹായിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. എടുത്തു പറയേണ്ട രണ്ട് വ്യക്തിത്വങ്ങളാണ് VD സതീശൻ പ്രതിപക്ഷ നേതാവും റോഷി അഗസ്ത്യൻ മന്ത്രിയും. ജലവിഭവ വകുപ്പാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രവൃത്തി ഇവിടെ ചെയ്തു തരുന്നത് എല്ലാ വർഷവും. റോഷി മന്ത്രി നേരിട്ടിടപെട്ടാണ് ഇപ്രാവശ്യവും കാര്യങ്ങളെല്ലാം നടത്തിയത്. പക്ഷേ അദ്ദേഹത്തിന് ഇടുക്കിയിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ ഇന്നുള്ളത് കൊണ്ട് ഏതെങ്കിലും ഒരു ദിവസം വന്നുകൊള്ളാമെന്ന് പറഞ്ഞു. സന്മനസ്സിന് ഒരിക്കലും വലിയ നന്ദി പറയുകയാണ്. VD സതീശനും അതുപോലെ തന്നെയാണ്. ഇപ്പോൾ പറയുകയായിരുന്നു ഏതൊക്കെ നിയമസഭാ മണ്ഡലങ്ങളിൽ ആരൊക്കെ നിൽക്കണമെന്നുള്ളതിനെ പറ്റിയുള്ള വിപുലമായ ചർച്ചയാണ് ഇന്ന് അവധി ദിവസമാണെങ്കിലും. അപ്പോൾ തീർച്ചയായും പ്രതിപക്ഷ നേതാവിന് വരാൻ പറ്റില്ല. അദ്ദേഹവും ഒരു ദിവസം തീർച്ചയായും പങ്കെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുമ്മനം രാജേട്ടനെ പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ല. അദ്ദേഹം ഇതിൻ്റെ രക്ഷാധികാരിയാണ്. അദ്ദേഹത്തിന് എല്ലാ ദിവസവും ഇവിടെ വരാം. ഈ പറഞ്ഞ പോലെ തിരക്കുള്ള സമയമുണ്ട്, ഒരു ദിവസം പങ്കെടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സുരേഷ് കുഴുവേലി എൻ്റെ അടുത്ത സുഹൃത്താണ്. ഭാഗ്യം പോലെ അദ്ദേഹം അയിരൂരിൻ്റെ പ്രസിഡൻ്റായി. അദ്ദേഹത്തെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ പറഞ്ഞതുപോലെ നമ്മൾ ഈ രണ്ട് കരകളുടെയും ഇടയ്ക്കാണ് ഈ ചടങ്ങുകളൊക്കെ ഇവിടെ നടത്തുന്നത്. പഞ്ചായത്തിൻ്റെ പൂർണ്ണ സഹകരണം, രണ്ട് പഞ്ചായത്തുകളുടെയും പൂർണ്ണ സഹകരണം എല്ലാ പ്രാവശ്യവും കിട്ടുന്നുണ്ട്. ഇപ്രാവശ്യവും അത് കിട്ടിയിട്ടുണ്ട്. ശ്രീമതി അജീന നജീബ് ഇപ്പോൾ ആ മഹിതിയാണ് നമ്മുടെ ചെറുകോൽ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്. ആ മഹിതയെ ഒരിക്കൽ തീർച്ചയായും ഇവിടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കാരണം ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. നമ്മുടെ ജനറൽ സെക്രട്ടറിയെ പറ്റി രണ്ട് വാക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ സൂചിപ്പിച്ചു, ഞാൻ വ്യവസായപരമായ കാര്യത്തിൽ ബോംബെയിലാണ് സ്ഥിരമായിട്ട് ഇപ്പോൾ ഉള്ളത്. എങ്കിലും ഒരു ന്യൂനതയുമില്ലാതെ ഇവിടുത്തെ കാര്യങ്ങൾ നടത്തുന്നതിന് ദിവസം 3-4 പ്രാവശ്യം വിളിക്കും. എല്ലാം ഭംഗിയായ രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്നു. അതുപോലെ തന്നെ ട്രഷറർ, കൃതജ്ഞത അർപ്പിക്കേണ്ട ട്രഷറർ, അദ്ദേഹവും പൂർണ്ണ സഹകരണത്തോടെ എല്ലാവരും ഒരു കുടുംബം പോലെ ആണ് ഇപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ പലർക്കും ചിലപ്പോൾ അവരുടേതായിട്ട് ചില ആശയങ്ങളൊക്കെ ഉണ്ടാവും. അതിനെയൊക്കെ ഏകോപിപ്പിച്ചാണ് നമ്മളിപ്പോൾ ഇത് 114ാമത്തെ വർഷമാണ്. 1813 തുടങ്ങിയ ഒരു പ്രസ്ഥാനം ഇന്ന് ലോകമറിയപ്പെടുന്ന ഒരു മഹാപ്രസ്ഥാനമായിട്ട് മാറിയിട്ടുണ്ട്. ഇതിനൊക്കെ നിങ്ങളുടെ എല്ലാം സഹകരണമാണ് ഞങ്ങളെ ഇതിനെ നയിക്കുന്നതിന് കൂടുതലായി സഹായിക്കുന്നതെന്ന് പറയുകയാണ്. ഈ പ്രസ്ഥാനത്തെപ്പറ്റി കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. ഇവിടെ ഇരിക്കുന്ന കുടുംബാംഗങ്ങളൊക്കെ എന്നേക്കാൾ കൂടുതൽ അറിവുള്ളവരാണ് ഈ പ്രസ്ഥാനത്തെപ്പറ്റിയും നമ്മുടെ ചട്ടമ്പിസ്വാമി തിരുവടികളെ പറ്റിയൊക്കെ. ആയതുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.